ഓക്കെ, ഈ നെടുങ്കണ്ടം ഭാഗത്ത് ഏതെങ്കിലും നദി ഒഴുകുന്നുണ്ടോ? ഈ ഭാഗത്ത് കൂടി ഏതെങ്കിലും നദി ഒഴുകുന്നുണ്ടോ? ഒപ്പം തന്നെ ആളുകളുടെ ഒരു സാഹചര്യം, ആളുകളെല്ലാം സുരക്ഷിതരാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നെടുങ്കണ്ടത്ത് നിരവധി ഡാമുകളും മറ്റുമുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അത്തരം നീരൊഴുക്കുകളും മറ്റും ഉള്ള ഇടമാണ്. മുൻപ് 2018 പ്രളയകാലത്തും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ്. ആ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഡാമുകൾ, കല്ലാർ ഡാം ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള കല്ലാർ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. 4 ഷട്ടറുകൾ പോകുമ്പോൾ ഉയർത്തിക്കൊണ്ടുള്ള വെള്ളം പുറത്തേക്ക് വരുമ്പോൾ തന്നെ വലിയ വെള്ളം പൊങ്ങാനുള്ള, അവിടുത്തെ പുഴകളിൽ വെള്ളം പൊങ്ങാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ടൗണുകളിലും മറ്റും മഴയുടെ ഭാഗമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ടാകും. ഒരു വലിയ കൃത്യമായി എത്ര പേരെ മാറ്റി താമസിപ്പിച്ചു എന്നുള്ളതിന്റെ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നുള്ളൂ. പക്ഷെ ഏതാണ്ട് 100ഓളം പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ള കൃത്യമായ കണക്കുകൾ വരും മിനിറ്റുകളിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി ഉണ്ടായ അസാധാരണമായ മഴയാണ് ഈ വലിയ ദുരിതത്തിനെല്ലാം കാരണമായത്. രാത്രി 1 മണി 2 മണി സമയത്താണ് മഴ ഏറ്റവും ശക്തമായ രൂപത്തിൽ പെയ്തത്. പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പലയിടങ്ങളിൽ വെള്ളം ഉയരുകയായിരുന്നു. ഹൈറേഞ്ച് വലിയ കട്ടപ്പനയിലെല്ലാം വലിയ തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. വെള്ളം ഉയർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ലോ റേഞ്ചിൽ ആ നിലയ്ക്കുള്ള മഴയില്ല, മഴ ശാന്തമായിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ മഴ പെയ്യുന്നത് നിലച്ചിട്ടുണ്ട്, പതിയെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. അനീസ്, മഹേഷ്. യെസ്, അതിശക്തമായ മഴ തുടരുന്ന ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് പ്രളയ സമാനമായ സാഹചര്യമാണ്. ഭയാനകമായ രീതിയിൽ വെള്ളം കുതിച്ചെത്തുന്നത് നമ്മൾ കാണുകയാണ്. മാത്രമല്ല അവിടെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി എന്ന് പറയുന്നുണ്ട്. ആ വെള്ളത്തിൽ വീട്ടിലെ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒലിച്ചുപോയി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ആഷിക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ആശങ്ക തോന്നുന്നുണ്ട്. കാരണം അത്രയേറെ വലിയ തോതിൽ വെള്ളം കുതിച്ചെത്തുന്നുണ്ട്. ഭയാനകമായ രീതിയിൽ വെള്ളം ഇരച്ചെത്തുന്നത് നമ്മൾ കാണുകയാണ്. ഇത്രയും ഈ കഴിഞ്ഞ കാലവർഷത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കാണേണ്ടി വന്നിട്ടില്ല. ഈ തുലാവർഷം തുടങ്ങിയ സമയം, കഴിഞ്ഞ ദിവസം എത്തിയത് മുതൽ ഇടുക്കിയിൽ മഴ തുടരുകയാണോ? അതെ, തീർച്ചയായും ആ നിലയ്ക്കാണ് മഹേഷ്. ഈ കഴിഞ്ഞ മഴ സമയങ്ങളിലൊന്നും ഈ നിലയ്ക്കുള്ള മഴ പെയ്തിരുന്നില്ല. രാത്രികാലങ്ങളിൽ തുടർച്ചയായ മഴ പെയ്ത് വലിയ ദുരന്തം എന്നെടുത്ത് പറയേണ്ടത് മൂന്നാറിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത് മാത്രമാണ്. മൂന്നാറിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങളോ മഴയുടെ ഭാഗമായി ഈ മഴക്കാലത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ തുലാവർഷം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ട് രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും അനുഭവപ്പെട്ടു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കയിലായിരുന്നു ജില്ലയിലെ ജനങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൈകിട്ട് 4 മണിക്ക് ശേഷം തന്നെ ലോ റേഞ്ചിൽ ശക്തമായ മഴയുണ്ടെങ്കിൽ ഒരു 8 മണിയോടുകൂടി ഹൈറേഞ്ചിലേക്ക് ശക്തമായ മഴ വ്യാപിപ്പിക്കുകയായിരുന്നു. നിന്ന് പെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് നെടുങ്കണ്ടം ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് വീണ്ടും ഒരു മഴ അനുഭവപ്പെടുമ്പോൾ തന്നെ വലിയ ആശങ്ക. ഇന്നലെ രാത്രി വൈകി തന്നെ അവിടുത്തെ നാട്ടുകാരും മറ്റും അവരുമായി സംസാരിക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു വലിയ ആശങ്കയിലായിരുന്നു ആ പ്രദേശവാസികൾ. പക്ഷേ അവരുടെ ആശങ്ക ശരിവെക്കുന്ന തരത്തിലേക്ക് വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം വെള്ളത്തിനടിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂട്ടാർ, മുണ്ടിയരുമ പോലുള്ള പ്രദേശങ്ങളിൽ താരതമ്യേന ഉയർന്ന് നിൽക്കുന്ന ടൗണുകളാണ്. ഹൈറേഞ്ചിലെ ടൗണുകളുടെ പ്രത്യേക സവിശേഷതയും കൂടിയാണ്. ഉയർന്ന പ്രദേശങ്ങളാണ് അവിടുത്തെ ടൗണുകൾ ഇരിക്കുന്നത്. അവിടെ ഒക്കെ തന്നെയും വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അപകട സാഹചര്യം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൂട്ടാർ, മുണ്ടിയരുമ, സന്യാസിയോട് അടക്കമുള്ള ഇടങ്ങളിലാണ് പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. മുഹമ്മദ് ആഷിഖാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അപ്പോൾ ഒരു നേരിയ ശമനം ഇപ്പോഴുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സാഹചര്യം ഉണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. ഒപ്പം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ടൗണിലാണ് പ്രളയ സമാനമായ ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കൂട്ടാർ, തേർഡ് ക്യാമ്പ്, സന്യാസിയോട തുടങ്ങിയ ടൗണുകളിലൊക്കെ വെള്ളത്തിനടിയിലായി എന്നാണ് മുഹമ്മദ് ആഷിഖ് റിപ്പോർട്ട് ചെയ്യുന്നത്.